സാർ, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ അയയുന്നു. കാരണം ഈ ട്രേഡ് വാർ ലോകത്തെ ആകമാനം പിടിച്ചു കുലുക്കി. എന്തായിരിക്കും ട്രംപിൻ്റെ ഈ മനംമാറ്റം? ട്രംപിന് അമേരിക്കയിൽ വലിയ പ്രഷർ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പോൾ ഒരു പുലിവാല് പിടിച്ചതുപോലെയായി പകരച്ചുങ്കം വിഷയത്തിൽ. അദ്ദേഹം ലോകത്തിലെ ഏഷ്യയിലെ ചൈന, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ഒരു പ്രൊപ്പോർഷനുമില്ലാതെ പകരച്ചുങ്കം ഏർപ്പെടുത്തി. അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന, ഇവിടുന്ന് അങ്ങോട്ടും എക്സ്പോർട്ട് ചെയ്യുന്നതുമായ വസ്തുക്കളുടെ അതാത് രാജ്യത്തെ ചുങ്കത്തിൻ്റെ കണക്കിൽ ഇന്ത്യക്ക് താരതമ്യേന ചെറിയൊരു പെർസെൻറ്റേജാണ്, 26% നമുക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന ചുങ്കം. അത് തന്നെ ഇന്ത്യയുടെ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പുതിയ സംഭവം, CNN റിപ്പോർട്ട് പ്രകാരം അമേരിക്ക ട്രംപ് ഈ കാര്യത്തിൽ ഒരു റീതിങ്കിങ് നടത്തുന്നു. ഏഷ്യയിലെ 3 രാഷ്ട്രങ്ങളുടെ പ്രതിനിധികളുമായി അമേരിക്കൻ ഒഫീഷ്യൽസ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ, വിയറ്റ്നാം ആൻഡ് ഇസ്രായേൽ. ഈ രാജ്യങ്ങളിലേക്കുള്ള ചുങ്കത്തെക്കുറിച്ച് ഒരു പുനർവിചിന്തനം നടത്താൻ ട്രംപ് തയ്യാറായിരിക്കുന്നു. ട്രംപിനെ ഉദ്ധരിച്ചുകൊണ്ട് CNN പറയുന്നത്, ഈ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ പ്രതിനിധികളുമായിട്ട് ഔദ്യോഗികമായി സംസാരിക്കാൻ ഞാൻ തയ്യാറാണ്. എൻ്റെ മനസ്സിലുള്ളത് ഈ രാജ്യങ്ങളുടെ ഇറക്കുമതി കയറ്റുമതി കാര്യത്തിൽ 0% ചുങ്കം വേണ്ട എന്ന നിലപാടെടുക്കാം, അത് ആ രാജ്യങ്ങൾക്ക് സ്വീകാര്യമാണെങ്കിൽ. അങ്ങനെ ഒരു നിലപാടിലേക്ക് ട്രംപ് എത്തിയിരിക്കുന്നു. പൊതുവിൽ ഈ പകരച്ചുങ്കം വിഷയത്തിൽ ഇപ്പോൾ ട്രംപ് ഒന്ന് കൂളായിട്ടുണ്ട്. അതിന് ഉള്ള മുഖ്യമായ കാരണം ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ തകിടം മറിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. 2-3 ദിവസമായി തുടർച്ചയായി നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അത് പ്രതിഫലിക്കുന്നുണ്ട്. പിന്നെ ആഗോള മാർക്കറ്റിൽ എണ്ണവില ഇടിയുന്നു, സ്വർണത്തിൻ്റെ വില ഇടിയുന്നു. അങ്ങനെ വന്നപ്പോൾ എല്ലാ സമ്പന്ന രാഷ്ട്രങ്ങളുടെയും പ്രഷർ ഇപ്പോൾ ട്രംപിന് മുകളിലുണ്ട്. അപ്പോൾ ഇത് യൂറോപ്യൻ യൂണിയനും ട്രംപുമായിട്ട് ഇടയാൻ തുടങ്ങിയിരിക്കുന്നു. ട്രംപിൻ്റെ സൗഹൃദ രാഷ്ട്രങ്ങളിൽ നിന്നെല്ലാം അദ്ദേഹത്തിനെതിരായിട്ടുള്ള ജനവികാരം ഉയരുന്നു. അപ്പോഴാണ് അദ്ദേഹം പ്രത്യേക ഏഷ്യയിൽ ചൈനയുടെ കാര്യത്തിൽ അദ്ദേഹം അവിടെ 57% ഈ ചുങ്കം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യ ആദ്യം 27 എന്ന് പറഞ്ഞെങ്കിലും അത് പിന്നീട് ക്ലാരിഫൈ ചെയ്ത് 26%. അല്ല, അതിന് പറയുന്നത് 52% ടാക്സ് നമ്മൾ ഈടാക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ 26% ഈടാക്കുന്നത് എന്നാൽ ട്രംപ് പറഞ്ഞത് ശരിയല്ലായിരുന്നു. ഇന്ത്യ അത് ക്ലാരിഫൈ ചെയ്തു. ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ട് അയക്കുന്ന ഓരോ ഐറ്റത്തിൻ്റെയും, പ്രത്യേകിച്ച് മറൈൻ പ്രോഡക്ട്സ്, ഫാർമസ്യൂട്ടിക്കൽസ്, എല്ലാ ഐറ്റത്തിൻ്റെയും ഇന്ത്യ ഏർപ്പെടുത്തിയിരിക്കുന്ന ചുങ്കം, അമേരിക്കയിൽ നിന്ന് ഏർപ്പെടുത്തുന്ന ചുങ്കത്തിൻ്റെ കണക്കുകൾ വന്നു. അപ്പോൾ ട്രംപ് പറഞ്ഞത് വസ്തുതാപരമായിരുന്നില്ല. അത് മാത്രമല്ല, ഫാർമസ്യൂട്ടിക്കൽസിൽ നിന്ന് ഇന്ത്യയെ ഒഴിവാക്കിയായിരുന്നു ട്രംപ്. അതേസമയത്ത് മറൈൻ പ്രോഡക്ട്സിനും മറ്റ് സ്പൈസസിനും കാഷ്യൂ തുടങ്ങിയ അതിന് ഏർപ്പെടുത്തിയിരുന്ന ചുങ്കം ഇരട്ടിയല്ല, അത് 5-10 താഴെയായിരുന്നു. അതാണ് 26% ആക്കിയത്. അപ്പോൾ അത് വരുമ്പോൾ ഇവിടുന്ന് കയറ്റി അയക്കുവാനുള്ള എക്സ്പോർട്ടേഴ്സ് വിഷമത്തിലാവും. അവിടെ വലിയ ചിലവില്ലാതെ വരും, ഭയങ്കര വില കൂടും. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ത്യ ഇത് റീകൺസിഡർ ചെയ്യണമെന്ന് ശക്തിയായി ട്രംപിന് മേൽ സമ്മർദ്ദം ചെലുത്താൻ തുടങ്ങിയത്. ഇപ്പോൾ ഇന്ന് വൈറ്റ് ഹൗസ് കമ്മ്യൂണിക്കെ ഉദ്ധരിച്ചുകൊണ്ട് മാധ്യമങ്ങൾ പറയുന്നത്, വളരെ സീരിയസ് ആയിട്ട്, വളരെ ഗൗരവതരമായി ഈ കാര്യത്തിൽ ഒരു പുനർവിചിന്തനം ട്രംപ് അഡ്മിനിസ്ട്രേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് മുഖ്യമായും ഇന്ത്യ, ഇസ്രായേൽ ആൻഡ് ചൈന, വിയറ്റ്നാം. ചൈനയുടെ കാര്യത്തിലില്ല, വിയറ്റ്നാം. ഈ 3 ഏഷ്യൻ രാഷ്ട്രങ്ങളുടെ പകരച്ചുങ്കത്തിലാണ് ഇപ്പോൾ ചർച്ച നടത്താൻ ട്രംപ് തയ്യാറായി. അപ്പോൾ ഇന്ത്യ ഇപ്പം നരേന്ദ്രമോദി എന്ന് പറയുന്നത് എൻ്റെ ഡിയർ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ട്രംപ് പറയുന്നത്. അപ്പോൾ ട്രംപ് ഈ ഫ്രണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ബിസിനസ് കാര്യങ്ങൾ വരുമ്പോൾ അമേരിക്കയുടെ നിലപാട് സ്വീകരിക്കുമെന്നാണ് ഒരു ആരോപണം ഉണ്ടായത്. ഇപ്പോൾ ഇന്ത്യക്കും ഇസ്രായേലും, ഇപ്പോൾ ഇസ്രായേലുമായിട്ട് കുറച്ച് കൂടുതൽ ഡീപ്പായിട്ടുള്ളൊരു ബന്ധം അമേരിക്കയ്ക്കുണ്ട്. അപ്പോൾ ഇന്ത്യക്കും ഇസ്രായേലിനും ഈ പറയുന്ന വിയറ്റ്നാമിനും ഒക്കെ ഒരു സഹായം ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നത് ലോകരാജ്യങ്ങൾക്കിടയിൽ അതൊരു
സ്പർദ്ധ ഉണ്ടാക്കില്ലേ മറ്റ് രാജ്യങ്ങളെ ഒഴിവാക്കി അമേരിക്ക ഇത്ര ഒരു നിലപാട് സ്വീകരിക്കുന്നത്? അത് ഇപ്പോൾ ഇന്ത്യക്ക് ഇളവ് കൊടുക്കുകയാണ് ചൈന. അപ്പോൾ ഇത് ശരിക്കും ഒരു പ്രോക്സി വാർ ഇതിൻ്റെ പിന്നിലുണ്ട്. ചൈനയുടെ ഉൽപ്പന്നങ്ങൾ കണ്ടമാനം അമേരിക്കയിൽ വന്ന് മറിയുന്നുണ്ട്. അപ്പോൾ തിരിച്ച് അവരുടെ ഈ വ്യാപാര ഇടപാടിൽ പ്രൊപ്പോർഷനേറ്റ് അല്ല. അപ്പോൾ ചൈനയുടെ ഇപ്പോഴത്തെ ബിസിനസ് ഇതേ നിലയിൽ തുടർന്ന അത് അമേരിക്കൻ സമ്പദ്ഘടനയെ ഗുരുതരമായി ബാധിക്കും. അതുകൊണ്ടാണ് അവർ ഈ പകരച്ചുങ്കം കൊണ്ട് ഇതിനെ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ചൈനയുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. ചൈന വേറൊരു തരത്തിലുള്ള ഒരു ഇക്കണോമിക് ഇമ്പീരിയലിസം നടപ്പാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ്. ഏത് രാജ്യത്തേക്കും അവരുടെ ഉൽപ്പന്നങ്ങൾ ചീപ്പായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങൾ കണ്ടമാനം ഡംപ് ചെയ്യുന്ന ഒരു ഏർപ്പാടുണ്ട്. യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളിലേക്കും ഉണ്ട്, അമേരിക്കയിലേക്കുണ്ട്. ഇന്ത്യയിൽ ഈ കോവിഡ് കാലത്താണ് അതിനൊരു നിയന്ത്രണം വന്നത്. എങ്കിലും നമ്മൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന ഒരു രാജ്യം ചൈനയാണ്, ഇന്ത്യ വാങ്ങുന്നത്. പിന്നെ അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര ഇടപാട് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് രണ്ട് രാജ്യത്തിനും. അതിൽ ഒരു റീകൺസിഡറേഷൻ ട്രംപ് നടത്തുന്നത് വേറെ പലതരത്തിലുള്ള പ്രഷർ കാരണമാണ്. പിന്നെ ഇന്ത്യയെ വിരോധിപ്പിക്കാൻ ട്രംപ് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. കാരണം അത് ട്രംപിൻ്റെ നാട്ടിലുള്ള വ്യാപാരികൾക്കാണ് അതിൻ്റെ പ്രോബ്ലം നേരിടേണ്ടി വരുന്നത്. ഇന്ത്യയായിട്ട് വേറെ തരത്തിൽ ഒരുപാട് ഇടപാടുകൾ ഇന്ത്യ പിന്നെ ഉണ്ടല്ലോ. അപ്പോൾ ഉഭയകക്ഷി കരാർ ട്രംപ് ഇപ്പോൾ രണ്ടാമത് വന്നതിന് ശേഷം തന്നെ ഒരു എഗ്രിമെൻറ്റിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതും കൂടിയുണ്ട്. മോദി ഇപ്പോൾ കൊളംബിലാണ്, ശ്രീലങ്കയിലാണ്. ശ്രീലങ്കയുമായിട്ട് ഇന്ത്യ ഒരു ഉഭയകക്ഷി എഗ്രിമെൻറ്റ് ഒപ്പുവെച്ച് കഴിഞ്ഞു. അപ്പോൾ അവിടെ വേറെ തരത്തിലെ ടെറിട്ടോറിയൽ ഇഷ്യൂവിലൊക്കെ ചർച്ച നടക്കുകയാണ്. ഇതും ചൈനയുമായിട്ടുള്ള ഒരു ടഗ് ഓഫ് വാറിന് പോലും അല്ല, അതിന് കാരണമുണ്ട്. കാരണം ചൈന വലിയ രീതിയിൽ സാമ്പത്തിക സഹായം നൽകാം ശ്രീലങ്കയ്ക്ക് എന്ന് പറഞ്ഞിട്ട് അവിടെ കുറേ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നടത്തിയിരുന്നു. പക്ഷേ ശ്രീലങ്ക അതിൻ്റെ അപകടം തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് ദിസനായകയുമായിട്ട് നമ്മളൊരു ചർച്ച നടത്താൻ പോകുന്നത്. അപ്പോൾ മാത്രമല്ല, അനുരാധപുരം എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്ത്യയുടെ നിക്ഷേപവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇന്ത്യ ഇൻവെസ്റ്റ് ചെയ്ത കുറേ പ്രോജക്റ്റുകളുണ്ട്. അതിൻ്റെ ഉദ്ഘാടനത്തിലൂടെയാണ് ഈ ബിംസ്റ്റെക് ഉച്ചകോടി കഴിഞ്ഞിട്ട് മോദി അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. അപ്പോൾ ശ്രീലങ്കയെ സഹായിക്കാനായിട്ട് നമ്മൾ അവിടെ ചെല്ലുമെന്നുണ്ടെങ്കിലും ചൈന തൽക്കാലത്തേക്കൊന്നും മിണ്ടില്ല. കാരണം നാളെ അമേരിക്ക ചൈനയ്ക്കെതിരായ ഒരു നിലപാട് സ്വീകരിച്ചാൽ ഇന്ത്യയുമായിട്ടുള്ളൊരു സ്പർദ്ധ അവർക്ക് ഗുണം ചെയ്യില്ലല്ലോ. അതുകൊണ്ടൊരു ഒത്തുതീർപ്പ് മനോഭാവത്തോടെ ആയിരിക്കും. പകരച്ചുങ്കം വന്നപ്പോൾ തന്നെ ചൈനീസ് ഭരണകൂടം ഇന്ത്യയായിട്ട് കൂടുതൽ സൗഹൃദത്തിലാകാൻ ശ്രമിക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചയിലൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇന്ത്യ അതിനെ പാടെ തള്ളിക്കളയുന്നുമില്ല. അപ്പോൾ അതേസമയത്ത് ശ്രീലങ്കയിൽ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ അവിടെ ഒരു തുറമുഖ വികസനം ചൈന ഏറ്റെടുത്തു കൊളംബിൽ. അപ്പോൾ അത് വലിയ കടക്കണിയിലാക്കി അവരെ. അവിടെ ഏതാനും വർഷം മുമ്പ് ഭയങ്കരമായ ദുരിതവും ആഭ്യന്തര കലാപവും ഉണ്ടായി, സാമ്പത്തിക ദുരിതം. ഇനിയും ആ കെണിയിൽ നിന്ന് അവർ രക്ഷപ്പെട്ടിട്ടില്ല. അപ്പോൾ കയ്യയച്ച് സഹായിച്ച ഒരു രാജ്യം ഇന്ത്യയാണ്. അപ്പോൾ ഇന്ത്യയിൽ പിന്നെ ശ്രീലങ്കയിൽ നിന്ന് അവിടെ ഭരണാധികാരികൾ ഡൽഹിയിലെത്തിയിരുന്നു 2 മാസം മുമ്പ്. എന്നിട്ട് പ്രധാനമന്ത്രിയെ ക്ഷണിച്ചതനുസരിച്ചാണ് ഇന്ന് അദ്ദേഹം അവിടെ പോയത്. മാത്രമല്ല, സിനുജി പറഞ്ഞതുപോലെ അവിടെ ഒരു സോളാർ പ്ലാന്റിൻ്റെ ഉദ്ഘാടനവും അദ്ദേഹം ഇന്ന് നിർവഹിക്കും വൈകിട്ട്. അപ്പോൾ അത് കൂടാതെ എഗ്രിമെൻറ്റ്സ് ആയിക്കഴിഞ്ഞു. കൂട്ടത്തിൽ തമിഴ്നാട് കഴിഞ്ഞ ദിവസം ഒരു റെസൊല്യൂഷൻ പാസ്സാക്കി നമ്മൾ ശ്രദ്ധിക്കണം ഈ സന്ദർഭത്തിൽ. അതായത് കച്ചിദ്വീപ് എന്ന് പറഞ്ഞ് നമ്മുടെ രാമേശ്വരത്തിന് സമീപമുള്ള ശ്രീലങ്കയ്ക്ക് ആധിപത്യമുള്ള ഒരു ചെറിയ മനുഷ്യവാസമില്ലാത്ത ഒരു ദ്വീപുണ്ട്. ആ ദ്വീപ് തിരിച്ചു വേണം എന്ന് തമിഴ്നാട് നിയമസഭ ഒരു പ്രമേയം പാസ്സാക്കി കഴിഞ്ഞ ദിവസം. അപ്പം അത് ഒരു വേറൊന്നും കേന്ദ്രത്തിന് എതിരെ പറയാനില്ലാത്ത ഒരവസ്ഥയിൽ സ്റ്റാലിൻ കാണിച്ച ഒരു അതിബുദ്ധിയാണെന്ന് വേണമെങ്കിൽ പറയാം. സത്യത്തിൽ ഈ കച്ചിദ്വീപിനുള്ള അവകാശം ഇന്ദിരാഗാന്ധി 1974 ശ്രീലങ്കയ്ക്ക് വിട്ടുകൊടുത്തതാണ്. അത് പിന്നീട് അന്ന് സിരിമാവോ ബന്ധാര നായികയും ഇന്ദിരാഗാന്ധിയും തമ്മിലുള്ള ഒരു ഉഭയകക്ഷി അടിസ്ഥാനത്തിൽ എഗ്രിമെൻറ്റിൽ ചെയ്തതാണ്. കച്ചിദ്വീപിൻ്റെ അവകാശം ശ്രീലങ്കയ്ക്ക് വിട്ടുകൊടുത്തു. അപ്പോൾ അത് പിന്നീട് പുതുക്കുകയും ചെയ്തു. 76 അത് റാറ്റിഫൈ ചെയ്തു. പക്ഷേ അത് കിട്ടണം എന്ന്
ജയലളിത ഗവൺമെൻറ്റാണ്. ജയലളിത 2008 സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തു, 2008. അപ്പോൾ അറ്റോർണി ജനറലിനോട് സുപ്രീം കോടതി ഇന്ത്യ ഗവൺമെൻറ് നിലപാട് ആവശ്യം. അപ്പോൾ കച്ചിദ്വീപ് ഇനി തിരിച്ചു വേണമെങ്കിൽ ഈ ശ്രീലങ്കയ്ക്കെതിരെ യുദ്ധം നടത്തേണ്ടി വരുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു, അന്നത്തെ അറ്റോർണി ജനറൽ. അപ്പോൾ അതുകൊണ്ട് അത് ക്ലോസ് ചെയ്ത ആ ഫയൽ. ഇപ്പോൾ സ്റ്റാലിൻ ആ കാര്യവും പറഞ്ഞ് വന്നിരിക്കുകയാണ്. ഇന്ന് മോദി അവിടെ പോയ സന്ദർഭം നോക്കി. അപ്പോൾ അതിനകത്തൊരു ദുരുദ്ദേശമുണ്ട്. ആരും താമസിക്കാത്ത ഏകദേശം 300-ൽ താഴെ ഏക്കർ വരുന്ന ഒരു ദ്വീപാണ്. അവിടെ ഈ തമിഴ്നാട്ടിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികൾ വല ഉണക്കാനൊക്കെ താവളമടിക്കും. പിന്നെ വേറെ ചൈനക്കാരും ഇപ്പോൾ കൂടെ അവിടെ സന്ദർശിക്കുന്നുണ്ട് ആ ദ്വീപിൽ. അവിടെ സെൻറ്റ് ആൻ്റണീസ് എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട്. അതിൽ പിന്നെ പെരുന്നാളൊക്കെ ആഘോഷിക്കാൻ നമ്മുടെ രാമേശ്വരത്തു നിന്ന് തമിഴന്മാർ അങ്ങോട്ടേക്ക് പോകും. അത് അങ്ങനെയാണ് വല്ല മനുഷ്യ സാന്നിധ്യം അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ സത്യത്തിൽ ഇന്ത്യക്കാരുടെ ഒരു അധീന പ്രദേശമാണെങ്കിലും ലീഗലി അത് ശ്രീലങ്കയുടെ ഒക്കുപേഷനിലാണ്. ഇപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രേഡ് വാറിൻ്റെ കാര്യത്തിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ഇസ്രയേലിന് വേണ്ടിയിട്ട് ട്രംപ് ഒരു മനംമാറ്റം നടത്തുന്നു അല്ലേ? ഒരു ടാക്സ് ആയതുകൊണ്ട് ഒഴിവാക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് പോകുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ സൗഹൃദങ്ങളിൽ കുറച്ചുകൂടെ ഇഴയടുപ്പം കൂടുകയും ദൃഢത കൈവരിക്കുകയൊക്കെ ചെയ്യുമെന്ന് നമുക്ക് പറയാം. ട്രംപ് ഇതിൽ റീതിങ്കിങ് നടത്തുന്നത് തന്നെ വിട്ടുവീഴ്ച ചെയ്യാനാണ്. ആ വിട്ടുവീഴ്ച അദ്ദേഹം ഇപ്പോൾ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നത് പോലെ സീറോ ടാക്സിലാണോ, താരിഫ് സീറോ ആക്കുന്നതിലാണോ, അതോ ഇന്ന് ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ 26-ൽ എത്രമാത്രം താഴാം, ഇന്ത്യ അതിന് എങ്ങനെ റെസിപ്രോക്കേറ്റ് ചെയ്യും, ഈ കാര്യത്തെ അടിസ്ഥാനമാക്കിയിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.